ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യമായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിരിക്കുമായിരിക്കും. അപ്പോൾ മോട്ടിവേഷനൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മക്കൾക്ക് കിട്ടാതെ പോകുന്നൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, അതായത് നിങ്ങൾക്ക് കിട്ടാതെ പോകുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റുകൾ കൃത്യമായിട്ട് വേണം അല്ലേ. പരീക്ഷയ്ക്ക് ഇനി എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ മക്കളെ, ഇന്ന് ഈ പറയുന്ന വീഡിയോ കാണുന്ന നിമിഷം മുതൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് പരീക്ഷ വരെയുള്ള സമയം വരെയും നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ കുറേ കണ്ടന്റുകൾ യൂട്യൂബ് വഴി കിട്ടും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എജ്ബോർഡിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൽ ലൈക്ക് കാര്യങ്ങളൊക്കെ അടിച്ചു വെക്കുക. നോട്ടിഫിക്കേഷൻ ഞാൻ എന്നും പറഞ്ഞു തരണം, നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. കാരണം എന്നെക്കാളും നന്നായിട്ട് അറിയുന്നവരാണ് എൻ്റെ കുട്ടികളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് എന്തൊക്കെയുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം +1 ക്രിസ്മസ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എനിക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ല. കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോക്കിക്കോട്ടോ, ഫസ്റ്റ് വൺ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 പുസ്തകമാണെന്ന് അറിയാം. അതിൽ ഒന്നാമത്തെ പുസ്തകമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. ഭൂരിഭാഗം പേർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന പേപ്പർ ഇതായിരിക്കും. കാരണം ഇവിടെ കുറച്ച് മാത്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലേ. മാത്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കാം. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ പഠിക്കേണ്ടത് 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളുടെ സംശയം ഏതായിരിക്കും, അപ്പോൾ 1, 2, 3 പഠിക്കേണ്ടതെന്ന് പഠിക്കണം. പക്ഷേ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും ദത്തങ്ങളുടെ അവതരണം. അതിനുശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻറ്റൻസി എന്ന് പറയുന്നതാണ്. ഈ പറയുന്ന 2 ചാപ്റ്ററുകൾ അല്ലെങ്കിൽ കേന്ദ്ര പ്രവണതയുടെ അളവുകളും അതുപോലെ തന്നെ ദത്തങ്ങളുടെ അവതരണം, ഈ 2 ചാപ്റ്ററിൻ്റെയും മാത്രം പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 മാർക്ക് മുതൽ 18 മാർക്ക് വരെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ വരുന്നത് ഈ ചാപ്റ്ററിനായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് ഈ പറഞ്ഞ 2 ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിച്ചേക്കണം. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള സംശയം ഇതായിരിക്കും, അപ്പോൾ ഞങ്ങൾ 1, 2, 3 പഠിക്കേണ്ടത് വേണം. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, 1, 2, 3 ചാപ്റ്ററുകൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാറ്റിന് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. നിങ്ങളതിൽ ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം ഉണ്ടാവും, ഫ്രീക്വൻസി കർവ്, ഫ്രീക്വൻസി പോളിഗൺ, ദെൻ ലാസ്റ്റ് ഓൺ ഒജീവ്സ്. ഇങ്ങനെ മൊത്തം 6 കാര്യങ്ങൾ. അതിൻ്റെ കൂടെ നമ്മൾ ടേബിൾ കൂടി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ 7 കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്ററിൻ്റെ ഏകദേശം ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ദെൻ അതിനുശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ X ബാർ അല്ലെങ്കിൽ മീൻ എന്ന് പറയും, മീഡിയൻ M എന്ന് പറയും, ആൻഡ് Z മോഡ് എന്ന് പറയുന്നത് അല്ലേ. ഈ 3 ആൾക്കാരെയും വൃത്തിയായിട്ട് കൃത്യമായിട്ട് എല്ലാ തരത്തിലും, അതായത് റോഡ് സീരീസ്, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ എന്ത് പറയാം ഗ്രൂപ്പ്ഡ്, അൺഗ്രൂപ്പ്ഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ വലിയ ചാപ്റ്ററിൽ ഇത്രയും കണ്ടന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യൻ എക്കോണമി. നിങ്ങളുടെ 2ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഇതാണല്ലേ. 2ാമത്തെ പുസ്തകം ഇന്ത്യൻ എക്കോണമിയാണ്. പക്ഷേ ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ 2 പുസ്തകങ്ങളാവില്ല ഉണ്ടാവുക. നിങ്ങൾക്ക് മിക്കവാറും ഏതെങ്കിലും പ്രൈവറ്റ് ഗൈഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആകെ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. അതിൽ 2 ഭാഗങ്ങളായിട്ടായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ആ ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത് 4 ചാപ്റ്ററുകളാണെന്ന് വിചാരിക്കും. അല്ല, 5 പഠിക്കാനുണ്ട്. എന്തുകൊണ്ട് 4 പറയാൻ കാരണം വെച്ചാൽ, അതായത് NCERT മാത്രം ബേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, അവിടെ പോവർട്ടി ഇല്ല. പോവർട്ടി എന്ന ചാപ്റ്റർ നമുക്ക് NCERT ഡിലീറ്റഡ് ആണ്. പക്ഷേ നമ്മുടെ കേരള സർക്കാർ പ്രത്യേകിച്ച് SCERT തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്ക് ഇതിനായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പോവർട്ടി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക, കാരണം നമ്മുടെ essay ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. അതുപോലെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, essay ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ 2 ചാപ്റ്ററുകൾ ഞാൻ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തി. ഒന്ന് 3ാമത്തെ ചാപ്റ്ററും ഒന്ന് 4ാമത്തെ ചാപ്റ്ററും. അപ്പോൾ സംഗതി ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണുള്ളൂ. ഈ 3ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ പോവർട്ടിയിൽ നിന്നും എന്ത് ചെയ്യാം, essay ക്വസ്റ്റ്യൻ വരാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ഇതാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന 5ാമത്തെ ചാപ്റ്റർ. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ പറഞ്ഞിരിക്കുന്ന മനുഷ്യ മൂലധന രൂപീകരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഏറ്റവും ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്കത് പഠിക്കാം. ഇനി കുറച്ച് വലിയൊരു ചാപ്റ്ററാണ് അടുത്ത ചാപ്റ്റർ, റൂറൽ ഡെവലപ്മെൻറ്റ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, essay ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ essay ക്വസ്റ്റ്യൻ വരാവുന്ന ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചേക്കണം. ഗ്രാമീണ വികസനം. ഈ ഗ്രാമീണ വികസനം അല്ലെങ്കിൽ ഗ്രാമവികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കൃഷിയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വികസിപ്പിക്കുക എന്നാണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങളിവിടെ പഠിക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കുറച്ച് വലുതാണ്, നോക്കിക്കോ. എംപ്ലോയ്മെൻറ്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചാപ്റ്ററാണ്. ആക്ച്വലി ഈ ചാപ്റ്ററിൻ്റെ പേര് മാത്രമേ വലുതുള്ളൂ. പക്ഷേ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിലെ ഓരോ കണ്ടന്റുകളും പഠിക്കാൻ പറ്റും. ഒന്നും ചോദിക്കാറില്ല, മാക്സിമം ഒരു ഷോർട്ട് ഒക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ ചോദിക്കുന്ന ചാപ്റ്ററുകൾ മാത്രം ഞാൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 3ാമത്തെ ചാപ്റ്ററിന് ചോദിക്കാം, 4 ചോദിക്കാം,
6 ചോദിക്കാം. 5, 7 ചാപ്റ്റർ അഥവാ ഹ്യൂമൻ ക്യാപിറ്റലും അതുപോലെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററും ഇതിൽ നിന്ന് എന്താണ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്? ഷോർട്ട് എസ്സേസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സംശയം, അപ്പോൾ സാറേ 1, 2 ചാപ്റ്റർ വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ 1, 2 ചാപ്റ്റേഴ്സ് പഠിക്കണം. അതെപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങൾ ഫലത്തിലൊന്ന് കൂട്ടി നോക്കുക, മൊത്തം എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഇവിടെ 3 പറഞ്ഞു, ഇവിടെ 2 പറഞ്ഞു, ദെൻ ഇവിടെ 3 പറഞ്ഞു, ഇവിടെ നമ്മൾ മൊത്തം 5 പറഞ്ഞു. മൊത്തം 7 ചാപ്റ്റർ ആദ്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള 5 കൂടി നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ മൊത്തം എത്ര ചാപ്റ്ററായി? നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള 17 ചാപ്റ്റേഴ്സിൻ്റെ എണ്ണത്തിൽ നിന്ന് എത്ര എണ്ണപ്പായി? 12 ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ എക്സാമിന് ആകെ 5 ചാപ്റ്റേഴ്സ് കൂടെ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എജുപോർട്ടിൻ്റെ ചാനൽ വഴി കിട്ടും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കണ്ടന്റ് വേറെ ഒരുപാട് വഴികളായിട്ട് കിട്ടാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കിട്ടണേ മക്കളെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കൂടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് +1 വേണ്ടി മാത്രം ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 4 കാര്യങ്ങൾ. 1, സ്റ്റഡി പ്ലാൻ. നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അതായത് വെറുതെ ഓരോ ദിവസം എന്തെങ്കിലും തോന്നിയത് പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. കാരണം എന്താ പറയുക, നമ്മളൊരു കൃത്യമായ പാറ്റേൺ ഉണ്ടാക്കി, കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി, ആ ഓരോ കൃത്യമായുള്ള ഭാഗങ്ങൾ പഠിച്ച് തീർത്ത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു പേടി മേടിക്കേണ്ട, കംപ്ലീറ്റ് ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ടായിരിക്കും പരീക്ഷ ഹാളിലെത്തുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോട്ടിൻ്റെ കാര്യമാണ്. ഈ നോട്ടിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ വെറുതെ കുറേ ചവറ് പോലെ വാരി വലിച്ച് പഠിക്കാമെന്നല്ല, കൃത്യമായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ആൻഡ് മൈക്രോബിറ്റ്, ഭൂരിഭാഗം പേരുടെയും വിചാരം എന്താ പറയുക, ഇത് എജുപോർട്ട് കോപ്പി ചെയ്ത് പ്രിൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തരുന്നതാണ്, എന്നിട്ട് മൈക്രോബിറ്റിൻ്റെ എടുത്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോയി കോപ്പി അടിക്കാനാണ്. ഒരിക്കലുമല്ല. എജുപോർട്ട് എന്നല്ല, ആരും നിങ്ങൾ എന്ത് ചെയ്യില്ല, കോപ്പി അടിക്കാൻ പ്രേരിപ്പിക്കില്ല. പേഴ്സണലി എനിക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത, ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് ആ സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് മൈക്രോബിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെ അതോടൊപ്പം അവസാനമായിട്ട് തന്നെ ലൈവ് ലിങ്ക്. ഈ 4 കാര്യങ്ങളും അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എവിടെ മാത്രമേ കിട്ടുള്ളൂ? എജുപോർട്ടിൻ്റെ ഈ പറയുന്ന +1 ക്രിസ്മസ് എക്സാമിൻ്റെ ഗ്രൂപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന എജുപോർട്ടിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് തൊട്ടതായി കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കണ്ടന്റുകളുമായിട്ട് വീണ്ടും എൻ്റെ മക്കൾ കാണുമെന്ന് വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.